കോഴിക്കച്ചവടക്കാർക്കും ആയുർവേദ ഉൽപ്പാദകർക്കും നികുതി ഇളവ് നൽകിയെന്ന കേസിൽ മുൻ ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നികുതി ഇളവ് നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായതായും എഫ്ഐആറിൽ പറയുന്നു. 15.5 കോടി രൂപയുടെ അഴിമതി ആരോപിക്കുന്ന പരാതിയായിരുന്നു കെ.എം. മാണിക്കെതിരെ വിജിലൻസിന് ലഭിച്ചിരുന്നത്. പരാതിയിൽ ത്വരിത പരിശോധന നടത്തിയ വിജിലൻസ് ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം മകളുടെ വീട്ടിൽ വെച്ച് കെ.എം. മാണിയുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. ഇറച്ചിക്കോഴി വിൽപ്പനക്കാരായ തോംസൺ ഗ്രൂപ്പിന് 65 കോടി രൂപയുടെ നികുതിക്ക് നിരുപാധിക സ്റ്റേ കെ.എം. മാണി അനുവദിച്ചതായും വിജിലൻസ് കണ്ടെത്തി. ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നികുതി 4% കുറച്ചതിനു പിന്നിലും അഴിമതി നടന്നതായി വിജിലൻസിന് വ്യക്തമായി. കെ.എം. മാണിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജയചന്ദ്രനെതിരെയും കോഴി ഇടപാടുമായി ബന്ധപ്പെട്ട് തോംസൺ ഗ്രൂപ്പിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എഫ്ഐആർ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. 2 ഇടപാടുകളിലുമായി സംസ്ഥാന ഖജനാവിന് കോടികളുടെ നഷ്ടം സംഭവിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പരാതിക്കാരനായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു 2014 ബഡ്ജറ്റിൽ സബ്ജക്റ്റ് കമ്മിറ്റി പറഞ്ഞു എന്ന വ്യാജേന ഇവർക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി 4% 2009 മുതൽ 4% നികുതി കൊടുത്താൽ മതി എന്ന് ഒരു ഉത്തരവിറക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾക്ക് കുറഞ്ഞത് 200 കോടി രൂപയെങ്കിലും നഷ്ടമാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നേരത്തെ കോട്ടയത്തെ വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തിരുന്നു. വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ഫിറോസം ഷഫീഖിനായിരുന്നു അന്വേഷണ ചുമതല. കെ.എം. മാണിയുടെയും പരാതിക്കാരൻ്റെയും കൂടാതെ വാണിജ്യ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ്റെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ദക്ഷിണാമൂർത്തി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് കോഴിക്കോട് ചികിത്സയിലായിരുന്നു. മൃതദേഹം നാളെ രാവിലെ 8:30 വരെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. പിന്നീട് പേരാമ്പ്രയിലും വടക്കമ്പാട് ഹൈസ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം പാലേരിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ശ്വാസകോശത്തിലെ അർബുദ രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു വി ദക്ഷിണാമൂർത്തി. വൈകിട്ട് 3:00 കോഴിക്കോട് സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണവിവരം പറഞ്ഞ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി. പിന്നീട് മൃതദേഹം പൊതുദർശനത്തിനായി CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റി. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, PK ശ്രീമതി MP, പാലോളി മുഹമ്മദ് കുട്ടി, MK രാഘവൻ MP, MP വീരേന്ദ്രകുമാർ MP, P. മോഹനൻ മാസ്റ്റർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട നിരവധി പേർ മാഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ജീവിതത്തിൻ്റെ അവസാന കാലം വരെയും വ്യക്തിജീവിതത്തിലെ സംശുദ്ധിയും ലാളിത്യവും അസാധാരണമായ വിധത്തിൽ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ സാധിച്ചു. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് പകർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടും ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെ നിലനിർത്തിയാൻ കഴിഞ്ഞ ലാളിത്യമാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം രാവിലെ 8:30 മണിയോടെ മൃതദേഹം വിലാപയാത്രയായി ജന്മനാടായ പേരാമ്പ്രയിലേക്ക് കൊണ്ടുപോകും. പേരാമ്പ്ര ടൗൺ, വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ പാലേരിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്രയുടെ കമ്പനി നടത്തിയ DLF ഭൂമി ഇടപാടിൽ ക്രമക്കേടെന്ന് അന്വേഷണ കമ്മീഷൻ. ഹരിയാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ദിൻഗ്ര കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഭൂമി ഇടപാടിനായി ചട്ടങ്ങളിൽ ക്രമക്കേട് നടത്തിയതായി ജസ്റ്റിസ് ദിൻഗ്ര അറിയിച്ചു. റോബർട്ട് വദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഗുഡ്ഗാവണിൽ നടത്തിയ ഭൂമി ഇടപാട് നേരത്തെ വിവാദമായിരുന്നു. ഹരിയാന സർക്കാരിന്റെ കൈവശമുള്ള ഭൂമി ചട്ടങ്ങൾ ലംഘിച്ച് വദ്രയ്ക്ക് കൈമാറുകയായിരുന്നുവെന്നാണ് ആരോപണം. ഹരിയാനയിൽ അധികാരത്തിലെത്തിയ BJP സർക്കാർ ആരോപണം അന്വേഷിക്കാനായി ജസ്റ്റിസ് ദിൻഗ്ര കമ്മീഷൻ നിയോഗിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹരിയാന സർക്കാരിന് ലഭിച്ചു. 182 പേജ് വരുന്ന റിപ്പോർട്ടിൽ ഭൂമി ഇടപാടിൽ വ്യാപക ക്രമക്കേട് നടന്നതായാണ് വ്യക്തമാകുന്നതും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേരത്തെ അധികാരത്തിലിരുന്ന സംസ്ഥാന സർക്കാർ വഴിവിട്ട് ഭൂമി നൽകി. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കും അഴിമതിയിൽ പങ്കുണ്ട്. 7 കോടി രൂപയ്ക്കാണ് 3.5 ഏക്കർ സർക്കാർ ഭൂമി വദ്രയ്ക്ക് ലഭിച്ചത്. പിന്നീട് വദ്ര ഇതേ ഭൂമി 58 കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റു. വിപണി വിലയേക്കാൾ കുറച്ചാണ് വദ്രയ്ക്ക് നൽകിയത്. CAG റിപ്പോർട്ടിലും ഭൂമി വിൽപ്പനയിലൂടെ ഹരിയാന സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് BJP സർക്കാരിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഇന്ത്യ അമേരിക്ക സൈനിക കരാർ കൊണ്ട് നേട്ടം അമേരിക്കയ്ക്ക് മാത്രമെന്ന് വിലയിരുത്തൽ. കൂടുതൽ സൈനിക വിന്യാസമുള്ള അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ താവളം ലഭിക്കുന്നത് ഗുണം ചെയ്യും. അമേരിക്കയുമായി സൈനിക കരാറിൽ ഒപ്പുവയ്ക്കുക വഴി ഇന്ത്യയുടെ പരമാധികാരം അടിയറ വച്ചിരിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. പ്രതിരോധ താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നതിനുള്ള ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ് വഴി അമേരിക്കയ്ക്ക് ഏഷ്യ പസഫിക് മേഖലയിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ കഴിയും. കൂടുതൽ സൈനിക ദൗത്യങ്ങളും വിന്യാസവുമുള്ള അമേരിക്കയ്ക്കായിരിക്കും ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ ഗുണം ലഭിക്കുക. എന്നാൽ കാര്യമായ സൈനിക വിന്യാസം ഇല്ലാത്ത ഇന്ത്യക്ക് അമേരിക്കൻ താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി കൊണ്ട് പ്രയോജനമുണ്ടാകില്ല. ഇക്കാരണം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് കരാറിൽ ഒപ്പുവയ്ക്കേണ്ടതില്ലെന്ന് നാവിക വ്യോമസേന മേധാവികൾ നിലപാടെടുത്തിരുന്നു. ഇന്ത്യ ചേരിചേരാ നയത്തിൽ നിന്നും പിന്നോട്ടു പോയെന്ന വിലയിരുത്തലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കരാർ ഇടയാക്കും. ഇടത് പാർട്ടികളുടേതുൾപ്പെടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് ഇന്ത്യ അമേരിക്കയുമായി കരാറിൽ ഒപ്പുവച്ചത്. കരാറിലൂടെ ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വച്ചുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. മൂന്നാം ലോക രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക നീക്കം നടത്താൻ ഇന്ത്യയെ ഉപയോഗിക്കുമെന്നും CPIM ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നല്ല പഴുത്ത തക്കാളികൾ തലങ്ങും വിലങ്ങും എറിയുക, തക്കാളിച്ചാറിൽ തിമിർത്താടുക. ടൊമാറ്റോ ഫെസ്റ്റിനോടനുബന്ധിച്ച് സ്പെയിനിലെ വലൻസിയ നഗരം അക്ഷരാർത്ഥത്തിൽ തക്കാളിപ്പുഴയായി മാറി. ഏകദേശം 1,50,000-ലധികം കിലോ തക്കാളിയാണ് ടൊമാറ്റോ ഫെസ്റ്റിവലിനായി ഇത്തവണ എത്തിച്ചിരുന്നത്. കടും ചുവപ്പു നിറത്തിലുള്ള തക്കാളിപ്പഴങ്ങൾ വായുവിൽ പാറി നടക്കുകയായിരുന്നു സ്പെയിനിലെ വലൻസിയ നഗരത്തിൽ. ചുറ്റും നിൽക്കുന്നവർക്ക് നേരെ തക്കാളിപ്പഴങ്ങൾ വാരിയെറിയുന്ന തിരക്കിലായിരുന്നു കൂടി നിന്നവരെല്ലാം. ഒപ്പം സന്തോഷത്തോടെ തക്കാളിയേറുകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ വലൻസിയ നഗരത്തെ ചുവപ്പിച്ച് തക്കാളിച്ചാർ ഒഴുകി. വീടുകൾക്കും വാഹനങ്ങൾക്കും പ്ലാസ്റ്റിക് ഷീറ്റിൽ നേരത്തെ തന്നെ സംരക്ഷണം തീർത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ലാറ്റോമാലിന ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. തക്കാളിയേറിൽ പങ്കെടുക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വലൻസിയയിൽ എത്തിച്ചേരാറുണ്ട്. ഇത്തവണ 1.5 ലക്ഷം കിലോ തക്കാളിപ്പഴങ്ങളാണ് എറിഞ്ഞു തകർത്തത്. '20,000-ലധികം പേരാണ് തക്കാളിയേറിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നതും. 1 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും അധികം ഉരുളൻ തക്കാളികൾ ചതഞ്ഞെറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്. ഓണത്തോടനുബന്ധിച്ച് CPIM കൊച്ചിയിൽ ജൈവ കാർഷിക വിപണന മേള സംഘടിപ്പിക്കുന്നു. അത്തം മുതൽ ഉത്രാടം വരെ നീളുന്ന ജില്ലാതല ജൈവ കാർഷിക ഉൽപ്പന്ന വിപണിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓണക്കാലത്തേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറിയും അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ജില്ലയിലെമ്പാടും ജൈവ കാർഷിക വിപണി ഒരുങ്ങുകയാണ്. 40ഓളം സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ 1200-ലധികം സ്വാശ്രയ ഗ്രൂപ്പുകളിലായി 25,000 കർഷകരാണ് സംരംഭത്തിൽ പങ്കാളികളായത്. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ 257 ജൈവ കാർഷിക ഉൽപ്പന്ന വിപണിയാണ് സജ്ജമാവുക. അത്തം മുതൽ ഉത്രാടം വരെ കൊച്ചി രാജേന്ദ്ര മൈതാനത്ത് CPIM ഒരുക്കുന്ന ജൈവ കാർഷിക വിപണന മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി P. രാജീവ്. 750 ഏക്കറോളം പച്ചക്കറി കൃഷി ഇപ്പോൾ ജില്ലയിൽ ഓണത്തിന് പാകമാകാവുന്ന രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൈവ ഉൽപ്പന്ന വിപണന രംഗത്തെ ഇടപെടലിന്റെ ഭാഗമായി 1 ഡസനിലേറെ സ്ഥലങ്ങളിൽ ജൈവ പച്ചക്കറി സ്റ്റാളുകൾ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ജൈവ നെൽകൃഷി രംഗത്തും മികച്ച നേട്ടം കൈവരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും P. രാജീവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുട്ടികൾക്ക് വൈറ്റമിൻ എ നൽകുന്നതിലൂടെ മരണനിരക്ക് 11% കുറയ്ക്കാനാകുമെന്ന് പഠനങ്ങളിൽ